അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക്കായീശുപരനേ. രജനീയതിലടിയാനെ നീ സുഖമായി കാത്ത കൃപയ്ക്കായി ഭജനീയമാം തിരുനാമത്തിനനന്തം സ്തുതി മഹത്വം. ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ ദൈവവചനമേ, നിങ്ങൾക്കേവർക്കും എന്നും ജീവിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ജീവവചനത്തിലേക്ക് സ്വാഗതം. യോർദാൻ നദി എന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ വളരെ ശ്രേഷ്ഠമായി കാണപ്പെടുന്ന ഒരു നദിയാണ്. യോർദാൻ എന്ന പേരിനർത്ഥം താഴോട്ട് ഒഴുകുന്നത് എന്നാണ്. വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽക്കാർക്ക് യോർദാൻ നദി കടക്കേണ്ടി വന്നു. പുരോഹിതന്മാർ നിയമപെട്ടകം എടുത്തുകൊണ്ട് മുമ്പേ നടന്ന് അവരുടെ കാൽ നദിയിലേക്ക് എടുത്തു വച്ചപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. യോർദാൻ നദിയിലെ ഉണങ്ങിയ നിലത്തുകൂടി അവർ അക്കരെ കടന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ തടസ്സമായി നിൽക്കുന്നതായ അനുഭവമായിരുന്നു യോർദാൻ നദിയുടെ അനുഭവമെങ്കിൽ അവിടെ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ നിയമപെട്ടകവുമായി മുമ്പോട്ട് പോകുന്നതായ പുരോഹിതന്മാർ അവരുടെ കാലുകൾ വെള്ളത്തിന്മേൽ വെച്ചപ്പോൾ ആ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്ന് അവർക്ക് അക്കരെ കടക്കുവാൻ സാധിച്ചത് നമ്മുടെ ജീവിതയാത്രയുമായി ഒന്ന് ബന്ധപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ തടസ്സമായി നിൽക്കുന്ന അനേകം യോർദാൻ നദികളുണ്ട്. ചില സന്ദർഭങ്ങളിൽ നദിയിലെ ഒഴുക്ക് മുമ്പോട്ട് പോകുവാൻ നമ്മെ ഭയപ്പെടുത്തും. എന്നാൽ നാം തിരിച്ചറിയണം, യഹോവയുടെ വചനം കരങ്ങളിലേന്തി പ്രതികൂലതകളിലൂടെ മുമ്പോട്ട് പോയാൽ നിനക്കായി ഒരു പാത ദൈവം ഒരുക്കുമെന്ന സത്യം, ദൈവം നിന്നെ വാഗ്ദത്ത നാട്ടിലെത്തിക്കുമെന്നുള്ളതായ ആ ഒരു സത്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ശുദ്ധീകരണത്തെ കാണിക്കുന്ന നദി കൂടിയാണ് യോർദാൻ നദി. നയമാൻ കുഷ്ഠരോഗത്തിന് ശക്തമായത് യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിയപ്പോഴാണ്. യോഹന്നാൻ ജനത്തെ സ്നാനം കഴിപ്പിച്ചത് യോർദാൻ നദിയിലാണ്. നമ്മുടെ കർത്താവ് സ്നാനമേറ്റതും ഈ നദിയിൽ തന്നെയാണ്. യോർദാൻ നദി കടന്നവരെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ദർശിച്ചവരാണ്. യാക്കോബും ഗിദെയോനും ദാവീദും എലീശായും ഇവരെല്ലാവരും ഈ നദി കടന്നവരാണ്. ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെതായ അനുഭവമായി യോർദാൻ നദി നിൽക്കുമ്പോൾ തന്നെ ഈ നദിയെ മറികടക്കുവാൻ വിമുഖരായവർ അല്ലെങ്കിൽ യോർദാൻ നദി കടക്കുവാൻ വിമുഖത കാണിച്ചവരെയും വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ യഹോവയുടെ പല അത്ഭുതങ്ങളും ദർശിച്ച് യോർദാൻ നദി തീരെ എത്തി. യോർദാൻ കടന്നാൽ കനാനിലേക്ക് കാലെടുത്ത് വെക്കാം. എന്നാൽ രൂബേന്യരും ഗാദ്യരും സുഖവും ആടുമേടുകളുമെല്ലാം വർദ്ധിച്ചതിനാൽ യോർദാൻ നദിയുടെ തീരപ്രദേശങ്ങളിലെ പച്ചപ്പ് കാണുകയാലും അവരുടെ ലക്ഷ്യസ്ഥാനം മറന്നു. അവർ അവിടെ തന്നെ കഴിയണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് അവർ മോശയോട് ഞങ്ങളെ യോർദാന്റെ അക്കരെ കൊണ്ടുപോകരുത് എന്ന് പറയുകയാണ്. മോശയെ അത് വളരെയേറെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു. കാരണം യോർദാനിലെ പച്ചപ്പുല്ലുകൾ കണ്ട് അവർ മയങ്ങിപ്പോയി. യഹോവ വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാൻ നാട് അവർ മറന്നു. മോശ അവരോട് ഇങ്ങനെ പറഞ്ഞതായി നാം കാണുന്നു: നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 23-ാമത്തെ വാക്യമാണത്. പ്രിയമുള്ളവരെ, ആടുമാടുകളുടെ സമൃദ്ധിയിൽ അവർ സ്വന്തമാക്കേണ്ട വാഗ്ദത്ത നാടിനെ അവർ മറന്നു. അവർ നാശത്തിലേക്ക് പതിച്ചു. ദൈവമക്കൾക്ക് ചെങ്കടലും യോർദാനും കടക്കേണ്ടി വരും. ദൈവവചനം എന്ന വാളാൽ ആ ഓളങ്ങളെ മറികടക്കുവാൻ നമുക്ക് സാധിക്കും. രൂബേന്യരുടെയും ഗാദ്യരുടെയും പോലെ യോർദാനിന്റെ സമീപ പ്രദേശങ്ങളുടെ മനോഹാരിത ലക്ഷ്യമാക്കി നാം സഞ്ചരിച്ചാൽ സ്വർഗീയ കനാലിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഇത് പലപ്പോഴും നമ്മളായിരിക്കുന്നതായ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിൽ പല സന്ദർഭങ്ങളിലും അതിൻ്റെതായ സുഖസമൃദ്ധിയിൽ നമ്മൾ മയങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നല്ല ജോലി ലഭിക്കുമ്പോൾ, നല്ല സമ്പത്തിൻ്റെതായ അനുഭവത്തിൽ, സംതൃപ്തിയുടേതായ അനുഭവം നമ്മളാകുമ്പോൾ ദൈവത്തെ മറന്നുകൊണ്ട് ഈ ലോകത്തിന്റെ അപ്പുറത്തേക്ക് വേറൊരു ജീവിതമുണ്ട് എന്നുള്ളതായ വസ്തുത മറന്നുകൊണ്ട്
ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നാം ആഗ്രഹിക്കുന്നുവോ? പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ടതായ കാര്യം എന്നുള്ളത്, ഈ ലോകത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ നമ്മളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ളതായ യാത്രയുടെ ഭാഗമായി നമ്മൾ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. അതായത് സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറുന്നത്, നമ്മുടെ തലമുറകൾ അനുഗ്രഹമായി മാറുന്നത്. മരണത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് എപ്പോൾ സാധിക്കുന്നുവോ അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെതായ പൂർണ്ണത അല്ലെങ്കിൽ ദൈവിക ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ട്. ലോത്ത് യോർദാൻ അക്കരെയുള്ളതായ പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോരയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയുമായിരുന്നു. പ്രിയമുള്ളവർ, നമുക്കറിയാം ലോകത്തിന് സംഭവിച്ചതും സോദോം ഗോമോറ പട്ടണങ്ങൾ ദൈവത്തിന്റെ കോപാഗ്നിയിൽ ദഹിച്ചു പോയതും. നാം തിരിച്ചറിയണം, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യസ്ഥാനം നോക്കി നല്ല ഓട്ടം ഓടുവാൻ നമുക്ക് സാധിക്കട്ടെ. ഓടുമ്പോൾ ലോകത്തിന്റെ ഭൗതികതകളിൽ മതിമറന്ന് പോകാതെ യോർദാൻ കടന്ന് അക്കരെ നാട്ടിൽ എത്തിച്ചേരുവാൻ സർവശക്തൻ നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം മാത്രം മഹത്വപ്പെട്ടുമാറാകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.